ഓക്കെ ബൈ. ബൈ. പതിവ് തന്നില്ല. ഉമ്മ. അയ്യോ, ജേക്കബ് കണ്ടോ? പിന്നെ മാധവൻ സൂക്ഷിച്ചേ കളിക്കൂ. എനിക്ക് അറിയാത്ത ആളൊന്നുമല്ലല്ലോ. വാ. ഇന്ന് വരില്ലെന്നാ ഞാൻ വിചാരിച്ചേ. ജേക്കബ് ഇവിടുന്ന് ഇറങ്ങാനും വൈകി. പെണ്ണൊന്ന് കൊഴുത്തു. ജേക്കബ് സാറിന്റെ ചങ്കല്ലേ ഇപ്പോ. വേണ്ട മാധവേട്ട, എന്നെ കളിയാക്കണ്ട. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ജേക്കബ് ഉടനെയും വരില്ലല്ലോ. ഹേയ്, വൈകിട്ട് എത്തുള്ളൂ. ചുമ്മാ ഇരിക്കേ. സച്ചിമോനെ വാ, ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട. അത് പറഞ്ഞ പറ്റത്തില്ല. രാവിലെ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. എന്താടി മോനൊന്നും കഴിക്കുന്നില്ല. മോനെന്താ കഴിക്കാത്തത്? എന്താ ചോദിച്ചത് കേട്ടില്ലേ? വിശപ്പില്ലാഞ്ഞിട്ട. അയാൾ എന്നും ഇവിടെ വന്നിരുന്നു. ആര്? ആ കമ്പനിയിലെ മാനേജർ മാധവൻ. അയാൾ ചീത്തയാ. അവരെ കാണാനാ വരുന്നത്. എന്താണ് നീ പറഞ്ഞത്? ചെറുക്കൻ പറഞ്ഞത് കേട്ടില്ലേ? പ്രായം ഇത്രേ ആയുള്ളൂ. വളർത്തുഗുണമാ. അനുഭവിച്ചോ? അഹങ്കാരി, വായിക്കൊള്ളാത്ത വർത്താനം പറയുന്നതാ. തള്ള ചത്തതുപോലെ നീ ഒരു ദിവസം ചാവും. ഇല്ലെങ്കിൽ ഞാനത് ചെയ്യും. ഓർത്തോ? മാധവൻ. അയാൾ ചീത്തയാ. അവരെ കാണാനാ വരുന്നത്. ഇന്നെന്താ ജേക്കബ് നേരത്തെ? എന്താ ഞാൻ നേരത്തെ വന്നത് അസൗകര്യായോ? എന്തു പറ്റി? ഇന്ന് മൂഡ് ശരിയല്ലല്ലോ. മാധവൻ എന്തിനാ ഇവിടെ വന്നത്? അതാണോ കാര്യം? നമ്മുടെ എസ്റ്റേറ്റ് നമ്പർ 2 ലയത്തിലെ 15 വീടുകൾക്ക് എന്തോ മെയിൻ്റനൻസ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന് വന്ന തൊഴിലാളികളുമായി ഒരു കൂലിത്തർക്കം. ജേക്കബ് ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റിലെന്ന് പറഞ്ഞ് കയറിയതാ. ഞാൻ ഈ സമയത്ത് വീട്ടിലല്ല, ഓഫീസിലാണെന്ന് മാധവന് കൃത്യമായിട്ട് അറിയാലോ. അത് പിന്നെ നോ, മാധവൻ ഇവിടെ വരുന്ന എനിക്കിഷ്ടമല്ല. ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ ഓഫീസിൽ വരണം. അത് ഞാൻ പറഞ്ഞോളാം. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു ജേക്കബ്. ആനി ദൈവത്തിന് പ്രിയപ്പെട്ടവളായിരുന്നു. അവളുടെ കണ്ണീരിന് നീ മറുപടി പറയേണ്ട ഒരു ദിവസം വരുമെന്ന്. എനിക്ക് സച്ചുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്റെ തെറ്റുകൾ അവനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഫാദർ. തെറ്റുകൾ സ്വയം തിരിച്ചറിയുന്നതാണ് ജേക്കബ് ഏറ്റവും നല്ല പ്രായശ്ചിത്തം. ആനി നൽകേണ്ട സ്നേഹം ഇനിയുള്ള കാലം മകന് നൽകി ജേക്കബ് അവന് വേണ്ടി ജീവിക്കുക. മോന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഫാദർ പറഞ്ഞ പോലെ ശേഷിക്കുന്ന കാലം എന്റെ സച്ചുവിന് വേണ്ടി ഞാൻ ജീവിക്കും. മോനെ സച്ചു, എഴുന്നേക്കടാ. മോമെല്ലാം കഴിച്ചോ? അപ്പച്ചന് തെറ്റുപറ്റി. ഇനി അപ്പച്ചൻ മോനെ വഴക്കു പറയത്തില്ല. സോറി. എന്റെ പൊന്നുമോൻ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അപ്പച്ച. ഈ അപ്പച്ചൻ മോൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എടി നന്ദി കേട്ടോളെ. അയ്യോ, ചെയ്യരുത്.
നീസന്നെ എന്നോട് എന്റെ മോനെ ജേക്കബിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണമൊന്നും ഉണ്ടായില്ലേ? ആ പേരിനൊരു അന്വേഷണം. മാധവനും മേരിയും പണം ശരിക്കും വാരിയെറിഞ്ഞു. തൊഴിലാളികൾ സംഘടിച്ചില്ലേ? മുതലാളിയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും പറഞ്ഞ് മാനേജർ മാധവനെ പാവപ്പെട്ട തൊഴിലാളികൾക്കൊക്കെ പേടിയായിരുന്നു. കേസ് അങ്ങനെ കെട്ടടങ്ങി. ഓക്കെ. ഫാദർ സച്ചിന് ഇങ്ങനെയൊരു അടുപ്പം വരാൻ കാരണം? അമ്മച്ചിയും അപ്പച്ചനും മരണപ്പെട്ടതിന് കാരണം മേരിയാണെന്ന് അവൻ അറിയാമായിരുന്നു. അവളോടുള്ള പക മൂലം ജേക്കബിന്റെ ശവമടക്കിന് ശേഷം അവൻ ആ വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. ഞാൻ അവന് ചാപ്പലിനോട് ചേർന്നുള്ള ഒരു ചെറിയ വീട്ടിൽ അഭയം കൊടുത്തു. അപ്പോ ജേക്കബിന്റെ സ്വത്തുക്കൾ? അവിടെ മേരിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. മകന് പ്രായപൂർത്തിയാകുമ്പോ സർവ്വ സ്വത്തുക്കളുടെയും പരിപൂർണ അവകാശം സച്ചിന്റെ പേരിൽ ജേക്കബ് എഴുതി വെച്ചു. അതറിഞ്ഞതോടെ മേരി സച്ചിനെ ബംഗ്ലാവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി. ഒടുവിൽ അവനിലെ കൗമാരക്കാരനെ വശീകരിക്കാൻ മേരി സിസിലിയെ നിയോഗിച്ചു. ചാപ്പലിനടുത്തുള്ള പുരയിലേക്ക് സിസിലി പലപ്പോഴും വരാൻ തുടങ്ങി. ഞാനും സച്ചിനും അവളെ ശകാരിച്ചു മടക്കി അയക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. സച്ചിനിലെ പുരുഷനെ അവൾ ഉണർത്തി, ഒപ്പം അവനിലെ മാനസിക രോഗിയെയും. സിസിലി, നിന്നോട് ഇവിടേക്ക് വരരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? കിഴക്കൻകോള് കയറിയത് എത്ര പെട്ടെന്നാ. പെയ്യോന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ രാത്രി നനഞ്ഞു കുളിച്ചൊരു പെണ്ണ് വീട്ടിൽ കയറി വന്ന ഏതെങ്കിലും ആൺകുട്ടികൾ ഇങ്ങനെ കോപിക്കോ? ബംഗ്ലാവിൽ ഞാനും മേരിയന്റെയും തനിച്ചല്ലേ. ഈ വാശിയൊക്കെ കളഞ്ഞ് നിനക്ക് അങ്ങോട്ട് വന്നൂടെ? അവിടെയാവുമ്പോ നിന്റെ ഏത് കാര്യത്തിലും ഞാനും മേരിയന്റെയും എപ്പോഴും അടുത്തുണ്ടാവും. നീ ഒരു ദിവസം ചാവും. അറിയാം, അതെനിക്ക് നന്നായിട്ട് അറിയാം. പെണ്ണൊന്ന് കൊഴുത്തു. മേരിയന്റി പാവാടാ. നീ ഒരു ഒത്ത ആണാ എന്നറിഞ്ഞപ്പോ നിന്നെ കാണാൻ കൊതിച്ചിരിക്കും ആന്റി. നിന്നെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാന്നാ മേരിയന്റോട് ഞാൻ പറഞ്ഞിട്ട് വന്നേ. നമുക്ക് പോവാം സച്ചിൻ ആന്റിയുടെ അടുത്തേക്ക്. എന്നെ കൊണ്ടുപോകാൻ വന്നാണല്ലേ? അതും എന്റെ അപ്പച്ചനും അമ്മച്ചയും കൊന്നവളുടെ അടുത്തേക്ക്. സമ്മതിക്കില്ല, ഈ ജന്മം ഞാൻ അതിന് സമ്മതിക്കില്ല.